ബിജെപി ജില്ലാ പ്രസിഡന്റുമാരെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റാകുമെന്ന് സൂചന. കുണ്ടും കുഴിയുമായി ശോചനീയാവസ്ഥയിലായിരുന്ന തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷമാകുന്നു. കോൺക്രീറ്റിംഗ് ചെയ്ത് നവീകരിച്ച ബസ് സ്റ്റാൻഡ് ഫെബ്രുവരി 1 തുറന്നുകൊടുക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം തിങ്കളാഴ്ച ആരംഭിക്കും. സംസ്ഥാനത്ത് റേഷൻ വിതരണം പ്രതിസന്ധിയിൽ. പുത്തൂരിൽ മധുര സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സുഹൃത്തുക്കളായ 2 പേർ അറസ്റ്റിൽ. മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് സെൽവകുമാറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. രാജ്യം നാളെ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. റിപ്പബ്ലിക് ദിന പരേഡിനായി തൃശൂർ തേക്കിൻകാട് മൈതാനം ഒരുങ്ങി. രാജ്യം പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. എംടിക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ. ഫുട്ബോൾ ഇതിഹാസം IM വിജയന് പത്മശ്രീ. വാർത്തകൾ വിശദമായി. ബിജെപി ജില്ലാ പ്രസിഡന്റുമാരെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റാകുമെന്ന സൂചന. തൃശൂർ ജില്ലയെ 3 മേഖലകളായി തിരിച്ച് 3 പ്രസിഡന്റുമാരെയാണ് പ്രഖ്യാപിക്കുക. സെൻട്രൽ ജില്ലയിൽ ജസ്റ്റിൻ ജേക്കബ്, നോർത്ത് ജില്ലയിൽ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, സൗത്ത് ജില്ലയിൽ AR ശ്രീകുമാർ എന്നിവർ പ്രസിഡന്റാകുമെന്നാണ് സൂചന. തൃശൂർ ജില്ലയെ 3 സംഘടനാ ജില്ലകളായാണ് തിരിച്ചിട്ടുള്ളത്. തൃശൂർ, പുതുക്കാട്, ഒല്ലൂർ, മണലൂർ, നാട്ടിക തുടങ്ങിയ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് തൃശൂർ സെൻട്രൽ ജില്ല. കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി എന്നീ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് തൃശൂർ സൗത്ത് ജില്ല. നോർത്ത് ജില്ലയിൽ ഗുരുവായൂർ, കുന്നംകുളം, ചേലക്കര, വടക്കാഞ്ചേരി മണ്ഡലങ്ങളാണ് ഉൾപ്പെടുക. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റാകുമെന്നാണ് സൂചന. സംസ്ഥാന പ്രസിഡന്റായി 5 വർഷം തികച്ചതിനാൽ K. സുരേന്ദ്രൻ സ്ഥാനത്ത് നിന്ന് മാറും. MT രമേശും സംസ്ഥാന പ്രസിഡന്റാവാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിലുണ്ട്. ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ച് ഒരാഴ്ചയ്ക്കകം സംസ്ഥാന പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. മണ്ഡലം പ്രസിഡന്റുമാരെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെയാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം വരും തിരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിലാണ് BJP. TCV തൃശൂർ. തൃശൂർ MG റോഡ് വികസനത്തിന് ഫെബ്രുവരി അവസാനത്തോടെ തുടക്കം കുറിക്കുമെന്ന് മേയർ MK വർഗീസ്. കോൺക്രീറ്റിംഗ് നടത്തി നവീകരിച്ച ശക്തൻ ബസ് സ്റ്റാൻഡ് ഫെബ്രുവരി 1 തുറന്നു നൽകുമെന്നും മേയർ. ഏറെക്കാലമായുള്ള കോർപ്പറേഷന്റെ പ്രധാന പദ്ധതികളിലൊന്നായ MG റോഡ് വികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് മേയർ പറഞ്ഞു. ഫെബ്രുവരി അവസാനത്തോടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. 2ാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച ശക്തൻ ബസ് സ്റ്റാൻഡ് അടുത്ത മാസം 1-ാം തീയതി തുറന്നു നൽകും. 1ാം ഘട്ടമായി നേരത്തെ ഒരു ഭാഗം കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നു. അതേസമയം അപകടത്തിൽ തകർന്നതിനെ തുടർന്ന് പുതുക്കിപ്പണിത് പുനഃസ്ഥാപിച്ച ശക്തൻ പ്രതിമയുടെ അനാവരണം സംബന്ധിച്ച സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. അത് വകുപ്പുകൾ തമ്മിലുള്ള നടപടിക്രമങ്ങൾ മൂലമാണെന്നാണ് വിശദീകരണം. തന്റെ വിദേശയാത്രകളെ സംബന്ധിച്ച് പ്രതിപക്ഷം ദുരൂഹത ഉന്നയിച്ചത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണെന്ന് മേയർ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കൊളംബോയിൽ പോയത് സ്ട്രോങ് സിറ്റി എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ്. സൗത്ത് ഏഷ്യ മീറ്റിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത ഏക മേയറാണ് താൻ. ഇതിന് 1 രൂപ പോലും കോർപ്പറേഷന് ചിലവില്ല. ഏജൻസികളാണ് ചിലവ് വഹിച്ചത്. മുൻപ് സൗദി അറേബ്യയിൽ പോയതും സമാന രീതിയിൽ ലേണിംഗ് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്നും മേയർ വ്യക്തമാക്കി. ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗം മാറ്റിയത് ദുരൂഹമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. എന്നാൽ തനിക്ക് പങ്കെടുക്കണമെന്നുള്ളതിനാലും വിദേശത്ത് നിന്ന് സമയത്ത് എത്തിച്ചേരാൻ കഴിയാത്തതിനാലുമാണ് യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയതെന്നും മേയർ പറഞ്ഞു. തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി സംഘടിപ്പിച്ച സംസ്ഥാന കലോത്സവത്തിൽ കിരീട ജേതാക്കളായ ജില്ലയിലെ സർഗപ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിൽ നിന്ന് താൻ വിട്ടുനിന്നു എന്ന പ്രചരണം തെറ്റാണെന്നും വിദേശത്തായിരുന്നതിനാൽ തനിക്ക് പരിപാടിയെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും മേയർ പറഞ്ഞു. TCV തൃശൂർ. വർഷങ്ങളായി കുണ്ടും കുഴിയുമായി ശോചനീയാവസ്ഥയിലായിരുന്ന തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷമാകുന്നു. അത്യാധുനിക രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച ബസ് സ്റ്റാൻഡ് ഫെബ്രുവരി 1 തുറന്നുകൊടുക്കും. കഴിഞ്ഞ 37 വർഷമായി വികസനം കാത്തുകിടന്നിരുന്ന ശക്തൻ നഗറിന്റെ വികസന കുതിപ്പിന് തുടക്കമെന്ന നിലയിലാണ് തകർന്നു കിടന്നിരുന്ന ശക്ത സ്റ്റാൻഡിന്റെ തെക്കുഭാഗം കോടികൾ ചിലവഴിച്ച് അത്യാധുനിക രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. കഴിഞ്ഞ നവംബർ 15 തുടക്കം കുറിച്ച സ്റ്റാൻഡ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കും. സ്റ്റാൻഡിലേക്കും പുറത്തേക്കുമുള്ള കവാടങ്ങളിലെ ചില അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ലെങ്കിലും ഇതിന്റെ തുടർച്ചയെന്നോണം അധികം വൈകാതെ തന്നെ അത്യാധുനിക രീതിയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ
നിർമ്മാണത്തിനും തുടക്കം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് കോർപ്പറേഷൻ അധികൃതർ. തൃശൂർ കോർപ്പറേഷനും സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയുമായുള്ള തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെ കാലമായി യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താനാകാതെ അനാഥമായി കിടന്നിരുന്ന തൃശൂർ ശക്തനഗർ ബസ് സ്റ്റാൻഡിനാണ് ഇപ്പോൾ പുതുജീവൻ വന്നിരിക്കുന്നത്. ദിവസവും നൂറുകണക്കിന് ബസ്സുകൾ വന്നുപോകുന്ന മധ്യകേരളത്തിലെ ബസ് സ്റ്റാൻഡുകളിലൊന്നാണ് തൃശൂർ ശക്തൻ സ്റ്റാൻഡ്. TC വിനോസ്, തൃശൂർ. റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം തിങ്കളാഴ്ച ആരംഭിക്കും. വേതന പാക്കേജ് പരിഷ്കരിക്കുക, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. റേഷൻ വ്യാപാരികളുമായി മന്ത്രിമാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. വേതന പരിഷ്കരണമെന്ന വ്യാപാരികളുടെ ആവശ്യം 3-അംഗ സമിതിയുടെ റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ നടത്തി സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് പരിഗണിക്കാമെന്നായിരുന്നു മന്ത്രിമാരുടെ വാഗ്ദാനം. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രഖ്യാപനം വേണമെന്ന ആവശ്യത്തിൽ വ്യാപാരി സംഘടനകൾ ഉറച്ചുനിന്നതോടെയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. പുത്തൂരിൽ മധുര സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. മധുര സ്വദേശി സെൽവകുമാറാണ് ബുധനാഴ്ച കൊല്ലപ്പെട്ടത്. സെൽവകുമാറിന്റെ സുഹൃത്തുക്കളായ 2 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂർ സ്വദേശി ലിംസൺ, വരടിയം സ്വദേശി ബിനു എന്നിവരാണ് അറസ്റ്റിലായത്. മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് സെൽവകുമാറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പുത്തൂർ ഗാന്ധിനഗറിലെ വീട്ടിൽ മദ്യപിക്കുന്നതിനിടെയാണ് തർക്കവും തുടർന്ന് മർദ്ദനവും ഉണ്ടായത്. ക്രൂരമായ ആക്രമണത്തിൽ സെൽവകുമാറിന്റെ വാരിയെല്ലുകൾ തകർന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു സെൽവകുമാർ. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. 2 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയോടൊപ്പം ഈർപ്പമുള്ള വായുവും കാരണം അസ്വസ്ഥതയുള്ള കാലാവസ്ഥ അനുഭവപ്പെടാമെന്നും സൂര്യാഘാതത്തിനും നിർജ്ജലീകരണത്തിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യം നാളെ 76-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. ഗോൾഡൻ ഇന്ത്യ ലെഗസി ആൻഡ് പ്രോഗ്രസ് എന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം. റിപ്പബ്ലിക് ദിന പരേഡിനായി തൃശൂർ തേക്കിൻകാട് മൈതാനം ഒരുങ്ങി. രാവിലെ 9-ന് റവന്യൂ മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തും. പരേഡിൽ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ എന്നിവർ പങ്കെടുക്കും. റിപ്പബ്ലിക് പരേഡ് TCV തത്സമയം സംപ്രേഷണം ചെയ്യും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്യം പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അന്തരിച്ച സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ നൽകും. മരണാനന്തര ബഹുമതിയായിട്ടാണ് MTക്ക് രാജ്യത്തിന്റെ ആദരം. ഇന്ത്യൻ ഹോക്കി താരം ഒളിമ്പ്യൻ PR ശ്രീജേഷ്, നടി ശോഭന, നടൻ അജിത്, തെലുങ്ക് നടൻ ബാലകൃഷ്ണ ഉൾപ്പെടെയുള്ളവർക്ക് പത്മഭൂഷണും സമ്മാനിക്കും. ഫുട്ബോൾ ഇതിഹാസവും തൃശൂരിന്റെ അഭിമാനവുമായ IM വിജയൻ, സംഗീതജ്ഞ K ഓമനക്കുട്ടിയമ്മ, ക്രിക്കറ്റ് താരം R അശ്വിൻ, സുപ്രീംകോടതി അഭിഭാഷകൻ CS വൈദ്യനാഥൻ, ഗായകൻ അർജിത് സിംഗ്, മൃദംഗ വിദ്വാൻ ഗുരുവായൂർ ധ്വരൈ എന്നിവർ പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായി. ഗായകൻ പങ്കജ് ഉദ്ദാസിന് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകും. അന്തരിച്ച BJP നേതാവ് സുശീൽ കുമാർ മോദിക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകും. വില്ലടത്തെ ആയുർവേദ ആശുപത്രിയിൽ വൈദ്യുതി വിതരണത്തിനായി ട്രാൻസ്ഫോമർ സ്ഥാപിച്ചെന്നും പുതിയ ഡോക്ടറെ നിയമിച്ചതായും മേയർ MK വർഗീസ് അറിയിച്ചു. പുതിയതായി നിർമ്മിച്ച ആശുപത്രി കെട്ടിടത്തിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ തുറന്നു നൽകാത്തത് സംബന്ധിച്ച് TCV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് മേയറുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായത്. തലോരിൽ സ്വകാര്യ ബസ്സിലിടിച്ച് വീണ സ്കൂട്ടർ യാത്രക്കാരൻ ടാങ്കർ ലോറി കയറി മരിച്ചു. പുതുക്കാട് തെക്കേത്തുറവ് സ്വദേശി താഴത്ത് വീട്ടിൽ അശോകന്റെ മകൻ 25 വയസ്സുള്ള ജഗനാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന സ്കൂട്ടർ ടാങ്കർ ലോറിയെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന ബസ്സിലിടിച്ച് റോഡിലേക്ക് വീണ ജഗന്റെ തലയിലൂടെ ടാങ്കർ ലോറി കയറിയിറങ്ങുകയായിരുന്നു. നാട്ടുകാർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പൊയ്യയിൽ പടക്ക നിർമ്മാണത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. പോളക്കുളം വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, കരിമ്പാടി വീട്ടിൽ അനൂപ് ദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ പിന്നിൽ രാവിലെയായിരുന്നു അപകടം. കൈക്കും നെറ്റിയിലും ഗുരുതരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനൂപ് ദാസ് മാളയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവസ്ഥലത്ത് കൂടുതൽ പടക്കശേഖരം ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സംഭവം നടന്ന സ്ഥലത്തുനിന്ന് 50 മീറ്റർ അടുത്ത് വൻതോതിൽ പടക്കശേഖരം കണ്ടെത്തി. സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ വഴിയോട് ചേർന്ന് മൂടിയിട്ട നിലയിലായിരുന്നു പടക്കശേഖരം. ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്നവയിൽ സ്ഫോടകശേഷി കൂടിയ ഇനങ്ങളുമുണ്ട്.
പടിയൂർ വൈക്കം ക്ഷേത്രത്തിൽ വിലപിടിപ്പുള്ള ഉരുളികൾ കളവ് നടത്തിയ പ്രതികൾ അറസ്റ്റിൽ. ആക്രിയെടുക്കാൻ വരുന്ന ബംഗാൾ സ്വദേശികളായ സാഗർ ഖാൻ, മുഹമ്മദ് സഹദ്, റോണി ഖാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ക്ഷേത്രവാതിൽ പൊളിച്ചാണ് പ്രതികൾ മോഷണം നടത്തിയത്. പ്രതികളെ ചോദ്യം ചെയ്തതിൽ ഇവരെ ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പിന്തുണ നൽകി കളവുമുതലുകൾ വിൽക്കാൻ സഹായിക്കുന്ന 2 പേരെ കൂടി പിടികൂടി. ഇവർ വിറ്റ തൊണ്ടിമുതലുകൾ പോലീസ് കണ്ടെടുത്തു. ചെറുതുരുത്തിയിൽ 2 പേർ പോക്സോ കേസിൽ അറസ്റ്റിൽ. പാഞ്ഞാൾ സ്വദേശികളായ വീരന്മാരിൽ കുമാരൻ, പുളക്കപ്പറമ്പിൽ ഹസൻ എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂരിലെ എറിയാട് വൈദ്യർ ജംഗ്ഷനിൽ ആളുമാറി യുവാക്കളെ ആക്രമിക്കുകയും വീട് അടിച്ചു തകർക്കുകയും ചെയ്ത കേസിൽ 2 പേർ പിടിയിൽ. മാടവന കൊല്ലത്ത് വീട്ടിൽ ഫർസാൻ, കുന്നത്ത് വീട്ടിൽ അഭിജിത്ത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 24-നായിരുന്നു സംഭവം. പറപ്പുള്ളി ബസാർ സ്വദേശികളായ സുമേഷ്, സുഹൃത്ത് വിനോദ് എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത്. തങ്ങളുമായി വഴക്കുണ്ടാക്കിയവരാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവർ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി സുമേഷും വിനോദും ഓടിക്കയറിയ വിനോദ് എന്നയാളുടെ വീടും പ്രതികൾ തല്ലി തകർത്തിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിൽ SI സാലിം, പ്രൊബഷൻ SI വൈഷ്ണവ്, പോലീസ് ഉദ്യോഗസ്ഥരായ ഷമീർ, ഗോപേഷ്, വിഷ്ണു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വനപാലക സംഘം മയക്കുവെടിവെച്ച് പിടികൂടി ചികിത്സിച്ച കാട്ടാന കാടുകയറി. വെള്ളിയാഴ്ച മയക്കം വിട്ടുണർന്ന ആന വെള്ളിയാഴ്ച രാത്രി വെറ്റിലപ്പാറ പുഴയോരത്ത് എത്തിയെന്ന് വാച്ചർമാർ അറിയിച്ചു. പിന്നീട് ഇതിനെ കണ്ടിട്ടില്ല. ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിസരവാസികൾ തെരഞ്ഞെങ്കിലും ആനയെ കാണാനായില്ല. മയക്കുവെടിയേറ്റാൽ ആനയ്ക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടുമെന്നും ഇത് തരണം ചെയ്യാൻ തണൽ കൂടുതലുള്ള ഭാഗത്ത് അഭയം തേടൽ സ്വാഭാവികമാണെന്ന് DFO പറഞ്ഞു. ഇത് കാരണമായിരിക്കും പകൽ സമയത്ത് പുറത്തു വരാത്തതെന്നും കരുതുന്നു. ആനയെ നിരീക്ഷിക്കുന്ന ദൌത്യം വനപാലകർ തുടരും. പെരിഞ്ഞനം ചക്കരപ്പാടം പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് കനോലി കനാലിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മൃതദേഹം കണ്ടത്. രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. ആഴ്ചകളോളം പഴക്കം തോന്നിക്കുന്ന മൃതദേഹം അഴുകിയ നിലയിലാണ്. നീല ജീൻസും ഷർട്ടുമാണ് വേഷം. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലുകൾ പ്രഖ്യാപിച്ചു. ADGP P. വിജയൻ, അഗ്നിരക്ഷാസേനയിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധുസൂദൻ നായർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്രൻ നായർ എന്നിവർക്കാണ് വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി ലഭിച്ചത്. വിയ്യൂർ അതിസുരക്ഷാ ജയിൽ സൂപ്രണ്ട് TR രാജീവിന് രാഷ്ട്രപതിയുടെ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡൽ. ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരായ V. ഉദയകുമാർ, M. രാധാകൃഷ്ണൻ, C. ഷാജി, അസിസ്റ്റന്റ് സൂപ്രണ്ട് P. ഉണ്ണികൃഷ്ണൻ എന്നിവർക്കും പുരസ്കാരമുണ്ട്. അഗ്നിരക്ഷാസേനയിൽ ജില്ലാ ഫയർ ഓഫീസർ S. സൂരജ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ PC. പ്രേമൻ, KT. സാലി, PK. ബാബു, സ്റ്റേഷൻ ഓഫീസർ V. സെബാസ്റ്റ്യൻ എന്നിവർക്കാണ് രാഷ്ട്രപതിയുടെ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡൽ ലഭിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂരിന് കലാകിരീടം സമ്മാനിച്ച സർഗപ്രതിഭകൾക്ക് ആദരം നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിജയോത്സവം എന്ന പേരിൽ തൃശൂർ ടൗൺഹാളിൽ സംഘടിപ്പിച്ച ആദരണ സമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളിങ്ങെടുക്കുക, ഞങ്ങൾ കപ്പെടുത്തു എന്ന് പറഞ്ഞ് തൃശൂർ ജില്ലാ ടീം കലാകിരീടം നേടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഈ വിജയം വീണ്ടും ആവർത്തിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വലിയൊരു നേട്ടം കൊണ്ടുകൊണ്ടാണ് തൃശ്ശൂരിൻ്റെ മക്കൾ തലസ്ഥാനത്ത് നിന്ന് ഈ തിളക്കം ഇങ്ങെടുത്തുകൊണ്ട് പോകുന്നു. ഈ എടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു വാക്കിൻ്റെ വൈകാരികത രാഷ്ട്രീയപരമായി അത് ഇതിനു മുമ്പ് പലതവണ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് സമൂഹത്തിലേക്ക്, വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് ആ ഒരു ആരവ് ഞങ്ങളിങ്ങെടുത്തിരിക്കുന്നു. കേരളത്തിൻ്റെ ഈ യശസ് എന്ന് പറയുന്ന മുഹൂർത്തം സൃഷ്ടിച്ച കുഞ്ഞുങ്ങളെ അനുമോദിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഗമം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു. വിജയത്തിന് ചുക്കാൻ പിടിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് സുരേഷ് ഗോപി വിഷുക്കൈനീട്ടം നൽകി. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിത കുമാരി, രഘുനാഥ് C. മേനോൻ, CP വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. മേയർ MK വർഗീസ്, MLA P. ബാലചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തില്ല. TC വിനോസ്, തൃശൂർ. ദക്ഷിണേന്ത്യൻ ഇന്റർ ആർക്കിടെക്ചർ കോളേജ് സ്പോർട്സ് ടൂർണമെന്റായ അഖാര 2 ചിറ്റിലപ്പിള്ളി IAS കോളേജിൽ തുടരുന്നു.
രണ്ടാം ദിനമായ ശനിയാഴ്ച ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, ത്രോബോൾ, നീന്തൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ് അരങ്ങേറിയത്. നിലവിൽ മൈസൂർ വാഡിയാർ കോളേജാണ് 73 പോയിന്റുമായി കായിക കിരീടത്തിനായുള്ള പോരാട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത്. ആതിഥേയരായ IES ആർക്കിടെക്ചർ കോളേജും കോഴിക്കോട് ആവണി കോളേജും 72 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. 3 ദിവസങ്ങളിലായി 40 ഇനങ്ങളിൽ നടക്കുന്ന ടൂർണമെന്റിൽ ദക്ഷിണേന്ത്യയിലെ 30ഓളം കോളേജുകളിൽ നിന്ന് 1000ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ടൂർണമെന്റ് ഞായറാഴ്ച സമാപിക്കും. സമാപന ദിനത്തിൽ അത്ലറ്റിക് മത്സരങ്ങളാണ് അരങ്ങേറുന്നത്. കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവം മാളയിൽ തുടരുന്നു. ശനിയാഴ്ച ഓഫ് സ്റ്റേജ് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. സ്റ്റേജ് ഇനങ്ങളിൽ ഞായറാഴ്ച മത്സരങ്ങൾ ആരംഭിക്കും. മത്സരങ്ങൾ 28-ന് സമാപിക്കും. സ്റ്റേജിന മത്സരങ്ങൾക്കായി മാള ഹോളി ഗ്രേസിൽ 4 വേദികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിൽ നിന്നുള്ള 2500ഓളം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. വിശപ്പുരഹിത നഗരം എന്ന ലക്ഷ്യത്തോടെ തൃശൂർ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന മന്ന പദ്ധതിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കുമെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ശക്തൻ നഗറിൽ 40 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ഒരു കേന്ദ്രവും സ്ഥാപിച്ചിരുന്നു. ഇതുവഴി സന്നദ്ധ സംഘടനയുടെയും സ്ഥാപനത്തിന്റെയും സഹകരണത്തോടെയാണ് ഉച്ചയ്ക്കും രാത്രിയിലും സൌജന്യമായി ഭക്ഷണം നൽകിവരുന്നത്. പദ്ധതി ആരംഭിച്ച് 575 ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 2,87,500 പേർക്ക് ഉച്ചഭക്ഷണവും 1,43,750 പേർക്ക് രാത്രിഭക്ഷണവും നൽകാൻ കഴിഞ്ഞതായി മേയർ പറഞ്ഞു. നഗരത്തിലെ ചില കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് വിരുദ്ധമായി ചിലർ ഭക്ഷണ വിതരണം നടത്തുന്നത് നിർത്തലാക്കണമെന്നും മേയർ ആവശ്യപ്പെട്ടു. നഗരത്തിൽ എത്തുന്നവർക്ക് സൌജന്യമായി ഭക്ഷണം നൽകുന്ന പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തിങ്കളാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PK ഷാജൻ, വർഗീസ് കണ്ടംകുളത്തി, സാറാമ റോബ്സൺ എന്നിവർ പങ്കെടുത്തു. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ 2025-ലെ പൂരം പത്രികയുടെ പ്രകാശനം ചേർപ്പിൽ നടന്നു. തിരുവള്ളക്കാവ് ക്ഷേത്രനടയിൽ നടന്ന ചടങ്ങിൽ വൈദ്യരത്നം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസിന് നൽകി. കല്യാൺ സിൽക്ക് സാരഥി TS പട്ടാഭിരാമൻ പത്രികയുടെ പ്രകാശനം നിർവഹിച്ചു. പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, ജനറൽ സെക്രട്ടറി CS ഭരതൻ, തിരുവള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് ദേവൻ ഭട്ടതിരിപ്പാട്, PK ദാമോദരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഏപ്രിൽ 6-ന് പെരുവനം പൂരം ആഘോഷിക്കും. ഏപ്രിൽ 9-നാണ് പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് ചാലക്കുടിയിൽ ഇന്ധനം നിറച്ചു. ശനിയാഴ്ച വൈകിട്ടാണ് സദേൺ എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി ഇറങ്ങിയത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയായിരുന്നു. ഇന്ധനം നിറയ്ക്കുന്ന അരമണിക്കൂർ സമയം പിണറായി വിജയൻ കോളേജ് ഓഫീസിൽ ചിലവഴിച്ചു. സർക്കാർ വാടകയ്ക്കെടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ഓപ്പറേഷൻ നടക്കുന്നത് ചാലക്കുടിയിലെ സദേൺ കോളേജ് ഗ്രൌണ്ടിലാണ്. ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. ദേശീയപാത മണ്ണുത്തി തിരുവാണിക്കാവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ കാർ യാത്രക്കാരിയായ സ്ത്രീക്ക് പരിക്കേറ്റു. എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട ഉണ്ടപ്പൻ എന്നറിയപ്പെടുന്ന കൊടകര പഴമ്പിള്ളി സ്വദേശി ഇരിങ്ങപ്പിള്ളി വീട്ടിൽ രമേശ് അറസ്റ്റിലായി. 6 മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ചാലക്കുടി, പരിയാരം, കൊടകര എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച് ഉത്തരവ് ലംഘിച്ചതിനാലാണ് രമേശിനെ അറസ്റ്റ് ചെയ്തത്. P. ജയചന്ദ്രൻ അവസാനമായി പാടിയ യുഗ്മഗാനം റിലീസ് ചെയ്തു. പാലമരത്തിൽ പാതി വിരിഞ്ഞൊരു പൂവേ, പാതി വിരിഞ്ഞൊരു പൂവേ. പാതിരാ നേരത്ത് എന്ന ഗാനം കഴിഞ്ഞ ഒക്ടോബർ 24-നാണ് റെക്കോർഡ് ചെയ്തത്. നടൻ ജയരാജ് വാര്യരുടെ മകൾ ഗായിക ഇന്ദുലേഖ വാര്യരാണ് കൂടെ പാടിയിരിക്കുന്നത്. K. മധുസൂദനന്റെ വരികൾക്ക് കല്ലറ ഗോപനാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. അസുഖബാധിതനായതിനാൽ ഇരുന്നാണ് ജയചന്ദ്രൻ ഗാനമാലപിച്ചത്. അഴകിൻ വിരിമാറിൽ കാനന ചന്ദ്രിക മെഴുകിയ മെത്തയിൽ തിരശീല ചാർത്തിയ പൂവേ. തൃശൂരിലെ ഡിജിട്രാക്ക് സ്റ്റുഡിയോയിലായിരുന്നു ഗാനം റെക്കോർഡ് ചെയ്തത്. പാലാഴി കടവത്ത് കാണാമറയത്ത്
പാമരം തുഴയുന്ന ഓളങ്ങളിൽ മുങ്ങി നീരാടുന്ന പാലൊളിച്ചന്ദ്രനെ TCV തൃശൂർ. വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവുകാർക്കും സന്ദർശകർക്കും സംസാരിക്കാൻ മാതൃകാ ചാറ്റുമുറി പ്രവർത്തനം ആരംഭിച്ചു. പുതിയ സംവിധാനത്തിൽ ഒരേ സമയം 5 തടവുകാർക്ക് സന്ദർശകരുമായി സംസാരിക്കാം. 37 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മാതൃകാ ചാറ്റുമുറി സജ്ജമാക്കിയത്. ജില്ലാ ജഡ്ജി പി സെയ്തലവി, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കമ്മീഷണർ ആർ ഇളങ്കോ, ജയിൽ സൂപ്രണ്ട് കെ അനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മലയ്ക്കപ്പാറ റോഡിൽ കബാലി വാഹനങ്ങൾ തടഞ്ഞിട്ടു. ശനിയാഴ്ച വൈകിട്ട് 4:30ക്കാണ് ചൂണ്ടപ്പന കുത്തിമറിച്ചിട്ട് ആന റോഡിൽ നിലയുറപ്പിച്ചത്. പത്തടിപ്പാലത്തിന് സമീപത്തായിരുന്നു സംഭവം. നിരവധി വാഹനങ്ങൾ പ്രദേശത്ത് കുടുങ്ങിക്കിടന്നു. 1.5 മണിക്കൂറിന് ശേഷമാണ് ആന പിൻവാങ്ങിയത്. വനപാലകർ ഏറെ ശ്രമിച്ചെങ്കിലും റോഡിൽ നിന്ന് മാറാൻ ആന തയ്യാറായില്ല. കോലഴി ചിന്മയ വിദ്യാലയത്തിൽ പുനർനിർമ്മിച്ച ആമയുടെ ആകൃതിയിലുള്ള കെട്ടിടം ബാൽകൃഷ്ണയുടെ പുനഃസമർപ്പണം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. നിശ്ചയദാർഢ്യത്തോടെ ദീർഘകാല ലക്ഷ്യത്തിലേക്ക് ആമയുടേതുപോലുള്ള അചഞ്ചലമായ മുന്നേറ്റം മാതൃകയാക്കാൻ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കുറുക്കുവഴികളിലൂടെയുള്ള നേട്ടങ്ങൾ ശാശ്വതമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ ചിന്മയ മിഷൻ ആചാര്യ സ്വാമി ഗംഭീരാനന്ദ ദീപം തെളിയിച്ചു. കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശംഭരൻ, ചിന്മയ വിദ്യാലയ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ വി വേണുഗോപാൽ, ചിന്മയ മിഷൻ കോളേജ് പ്രിൻസിപ്പൽ പി കൃഷ്ണകുമാർ, ചിന്മയ വിദ്യാലയ പ്രിൻസിപ്പൽ പി ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. 9400 ചതുരശ്രയടി വിസ്തീർണത്തിൽ കോൺക്രീറ്റിൽ പുനർനിർമ്മിച്ച കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ ആധുനിക രീതിയിലുള്ള 7 നഴ്സറി ക്ലാസ് മുറികളും മുകൾ നിലയിൽ 200 പേർക്കിരിക്കാവുന്ന ശീതീകരിച്ച ഹാളും സജ്ജീകരിച്ചിട്ടുണ്ട്. കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ചേലക്കര വെങ്ങാനെല്ലൂർ വില്ലേജ് ഓഫീസറെ റിമാൻഡ് ചെയ്തു. സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ തിരുത്തുന്നതിനായി കഴിഞ്ഞ ദിവസം 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിംപോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടിയത്. പിന്നീട് കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. വില്ലേജ് ഓഫീസർ ശശിധരൻ പരാതിക്കാരനോട് 10000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ആദ്യ ഗഡു 5000 സ്ഥലപരിശോധനയ്ക്ക് വരുമ്പോൾ നൽകുവാനും ആവശ്യപ്പെടുകയുണ്ടായി. പരാതിക്കാരൻ വിജിലൻസിൽ പരാതിപ്പെടുകയായിരുന്നു. ആദ്യാക്ഷരം കുറിച്ച വിദ്യാലയത്തിന് പ്രിയപ്പെട്ട ഗുരുനാഥയുടെ ഓർമ്മയ്ക്കായി 1 ലക്ഷം രൂപ സമ്മാനിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കൊടുങ്ങല്ലൂർ ശ്രീകപുരം ഗവൺമെന്റ് ബോയ്സ് LP സ്കൂളിലേക്കാണ് മന്ത്രി വ്യക്തിപരമായി 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത്. സംസ്ഥാന സർക്കാർ 1.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവെയായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, ഷീല പണിക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി സസ്നേഹം അറിയിക്കുകയാണ്. പാവർട്ടിയിൽ നിന്ന് കുടുംബനാഥനെ 2 ദിവസമായി കാണാനില്ലെന്ന് പരാതി. കാക്കശ്ശേരി സ്വദേശി കാങ്കവീട്ടിൽ 52 വയസ്സുള്ള ജയനെയാണ് ബുധനാഴ്ച മുതൽ കാണാനില്ലെന്ന് വീട്ടുകാർ പാവർട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 93 49 49 06 62 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. വാണിജ്യം. വിവിധയിനം ടൈലുകൾ, സാനിറ്ററി വെയേഴ്സ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ടൈൽ മാസ്റ്റർ കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊടകര ദേശീയപാതയിൽ ആരംഭിച്ച ടൈൽ മാസ്റ്ററിന്റെ പുതിയ ഷോറൂം ചലച്ചിത്ര താരം അന്ന രേഷ്മ രാജൻ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം സേതുമാധവൻ, പറപ്പൂക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ നന്ദിനി രമേശ്, P രാജീവ് എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. സ്ഥാപന ഉടമ PV കുര്യാച്ചൻ, ടൈൽ മാസ്റ്റർ കൊടകര ഷോറൂം മാനേജർ KS സുശാന്ത് എന്നിവർ സന്നിഹിതരായി. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിച്ചവരിൽ നിന്നും തിരഞ്ഞെടുത്ത 3 ഭാഗ്യശാലികൾക്ക്
ആകർഷകമായ സർപ്രൈസ് ഗിഫ്റ്റുകൾ അന്ന രേഷ്മ രാജൻ സമ്മാനിച്ചു. കൂടാതെ ഉദ്ഘാടന ഓഫറായി ഏപ്രിൽ 24 വരെ ടൈൽ മാസ്റ്ററിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ റെഫ്രിജറേറ്റർ, LED TV, വാഷിംഗ് മെഷീൻ തുടങ്ങിയ സമ്മാനങ്ങളും സ്വന്തമാക്കാം. ഏറ്റവും പുതിയ ഡിസൈനിലും ക്വാളിറ്റിയിലും ടൈലുകളും സാനിറ്ററി വെയറുകളും കൊടകര ഉളുമ്പത്തുകുന്നിലെ ടൈൽ മാസ്റ്ററിൽ നിന്നും ലഭ്യമാണ്. 7034886686. കുട്ടികളിലെ പഠന വൈകല്യവും സ്വഭാവ വൈകല്യവും നേരത്തെ കണ്ടെത്തി കൌൺസിലിംഗിലൂടെയും ചികിത്സകളിലൂടെയും മറികടക്കാൻ സഹായിക്കുന്ന ചൈൽഡ് ആൻഡ് അഡോൾസന്റ് ക്ലിനിക് ഫീനിക്സ് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. അശ്വിനി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ കെ സുഗതൻ അധ്യക്ഷത വഹിച്ചു. കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ദീപ ദീപക് സ്പെഷ്യൽ ക്ലിനിക് പ്രവർത്തനം വിശദീകരിച്ചു. ആശുപത്രി വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ, ജനറൽ മാനേജർ PK രാജു, സൈക്കോളജിസ്റ്റ് മരിയ ബാബു, PRO സന്തോഷ് കോലഴി തുടങ്ങിയവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ AC പ്രേമാനന്ദൻ, IN രാജേഷ്, ഡോക്ടർമാരായ ഉദയകുമാർ ഗോപിനാഥ്, MA ജോയ്, ഗിരിജ വേണുഗോപാൽ, ഓപ്പറേഷൻ മാനേജർ VP പ്രജേഷ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. കുട്ടികളിലെ പഠനത്തിലുള്ള ശ്രദ്ധക്കുറവ്, മറവി, പരീക്ഷാഭയം, സഭാകമ്പം, മൊബൈൽ ഫോണിനോടുള്ള ആസക്തി, അക്രമ സ്വഭാവം, ലഹരി ഉപയോഗം, തെറ്റായ ലൈംഗിക വിദ്യാഭ്യാസം തുടങ്ങിയ പ്രശ്നങ്ങളെ മുൻനിർത്തി അവർക്ക് സഹായമേകി പുതുതലമുറയെ സംരക്ഷിക്കുവാനാണ് ചൈൽഡ് ആൻഡ് അഡോളസന്റ് ക്ലിനിക് ലക്ഷ്യമിടുന്നത്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ്, IQ അസസ്മെന്റ്സ്, ഡെവലപ്മെന്റൽ സ്ക്രീനിംഗ്, ന്യൂറോളജിക്കൽ അസസ്മെന്റ്സ് തുടങ്ങിയവയ്ക്കും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങൾ, വിവിധതരം അക്രമ സ്വഭാവങ്ങൾ, ആസക്തികൾ തുടങ്ങിയവ ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് ആധുനിക രീതിയിൽ ചികിത്സിക്കാനായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം എല്ലാ ശനിയാഴ്ചയും പ്രവർത്തിക്കുന്ന ഈ ക്ലിനിക്കിൽ ലഭ്യമാണ്. ബുക്കിംഗിനായി 9895601234 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7530 രൂപ, പവന് 60240 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3314 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. BJP ജില്ലാ പ്രസിഡന്റുമാരെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റാകുമെന്ന് സൂചന. കുണ്ടും കുഴിയുമായി ശോചനീയാവസ്ഥയിലായിരുന്ന തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷമാകുന്നു. കോൺക്രീറ്റിംഗ് ചെയ്ത് നവീകരിച്ച ബസ് സ്റ്റാൻഡ് ഫെബ്രുവരി 1 തുറന്നുകൊടുക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം തിങ്കളാഴ്ച ആരംഭിക്കും. സംസ്ഥാനത്ത് റേഷൻ വിതരണം പ്രതിസന്ധിയിൽ. പുത്തൂരിൽ മധുര സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സുഹൃത്തുക്കളായ 2 പേർ അറസ്റ്റിൽ. മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് സെൽവകുമാറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. രാജ്യം നാളെ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. റിപ്പബ്ലിക് ദിന പരേഡിനായി തൃശൂർ തേക്കിൻകാട് മൈതാനം ഒരുങ്ങി. രാജ്യം പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. MTക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ. ഫുട്ബോൾ ഇതിഹാസം IM വിജയന് പത്മശ്രീ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.